സർ ദത്താത്രേയ ഹൊസബാള കൊളുത്തുവിട്ട ഒരു തീ അത് ഭരണഘടനയിൽ നിന്ന് മതേതരവും സോഷ്യലിസവും ഒക്കെ റിമൂവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന രാജ്യത്തുടനീളമുള്ള ബി.ജെ.പി. അല്ലെങ്കിൽ ആർ.എസ്.എസ്. പ്രവർത്തകർ, നേതാക്കൾ ഒക്കെ ഏറ്റെടുക്കുകയാണ്. അതിന്റെ ചുവട് പിടിച്ചു വരുന്ന പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, വിവാദങ്ങൾ അതൊക്കെ നടക്കുന്നു. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഈ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്ത മതേതരവും സോഷ്യലിസവും ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൽ വലിയ ചർച്ചയാവുന്നു. അത് റിമൂവ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ബി.ജെ.പിയും ആർ.എസ്.എസും ഉന്നയിക്കുന്ന ഈ ഒരു പ്രസ്താവനയുടെ യാഥാർത്ഥ്യം എന്താണ്? അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ദത്താത്രേയ ഹൊസബാള ആർ.എസ്.എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ. അതിന് അവരുടെ സാങ്കേതിക പേരെന്തോ ടൈപ്പ് പ്രചാരകർ എന്നുള്ള പേരാണ്. വളരെ കാതലായ ഒരു വിഷയമാണ് അദ്ദേഹം പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രചരണത്തിന്റെ ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ.എസ്.എസ്. ചീഫ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ഹൊസബോള മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ഹൊസബോളയാണോ അടുത്ത സംഘത്തിന്റെ ചീഫാകാൻ പോകുന്നത്, അല്ലെങ്കിൽ സംഘത്തലവൻ ആയിട്ട് മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ചർച്ച മുന്നോട്ട് വെച്ചത്? കാരണം ഇദ്ദേഹം ആർ.എസ്.എസ്. തലവൻ സർസംഘചാലക് പലപ്പോഴും കോൺഗ്രസ് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും എല്ലാ ക്ഷേത്രങ്ങളുടെയും കീഴെ ശിവലിംഗം തേടണ്ട എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരവസ്ഥ ബി.ജെ.പിയെയും ആർ.എസ്.എസിലെ ഒരു വിഭാഗം ആൾക്കാരെയും വെട്ടിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അധികാര മാറ്റം അവിടെ നടക്കുമോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന. നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു സൂചന അതാണെന്ന് തോന്നുന്നു. മാത്രമല്ല, ഇപ്പോൾ വളരെ സജീവമായിട്ട് ആർ.എസ്.എസ്. ആണ് അടിയന്തരാവസ്ഥ ശക്തമായിട്ട് എതിർത്തത് എന്നുള്ള ഒരു നറേഷനും നിലവിലുണ്ട്. ഇപ്പോൾ ഹൊസബോള മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 42ാം ഭേദഗതി വഴി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സോഷ്യലിസം, സെക്യുലറിസം, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ പദങ്ങൾ പിൻവലിക്കണം, റദ്ദ് ചെയ്യണം എന്നുള്ളതാണ്. ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി അത് ഉൾപ്പെടുത്തി. ഇനി ഭൂരിപക്ഷം ലഭിക്കുന്ന അവസരത്തിൽ ഏത് സർക്കാരിനും അതിനോട് താല്പര്യമുണ്ടെങ്കിൽ അത് പിൻവലിക്കാവുന്നതുമാണ്. അപ്പൊ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിന് ആ മുന്നേറ്റവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിൽ കുറെ കാലമായിട്ട് ഇത് ആവശ്യപ്പെടുന്നതാണ്, കോടതികളിൽ കേസിന് പോകുന്നു. കോടതിക്കാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണയില്ല. പാർലമെന്റ് പാസ്സാക്കിയ മാറ്റമാണ് അത് എങ്ങും തൊടാതെ അതിനെ ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവമാണ് കോടതി പലപ്പോഴും കാണിച്ചിട്ടുള്ളത്. അത് വരട്ടെ, അങ്ങനെ നിൽക്കട്ടെ എന്നുള്ള മട്ടം. ശരിക്കും ഈ സോഷ്യലിസം, സെക്യുലറിസം, സോഷ്യലിസം, അതായത് മതേതരത്വം, സോഷ്യലിസം, ഇന്റഗ്രിറ്റി, ദേശീയ ഐക്യം, ഇത് പ്രിയാമ്പിളിൽ തിരുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചർച്ചാ വിഷയമാക്കേണ്ട ഒരു സുപ്രധാന കാര്യം. ലോകത്ത് ഒരു ഭരണഘടനയുടെ പ്രിയാമ്പിളും, പലതിനും പ്രിയാമ്പിൾസ് ഇല്ല, അല്ലെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷനില് ഒരു സ്ഥലത്ത് പോലും ഈ 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അവയൊക്കെ സെക്യുലറിസ്റ്റ്, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. ഏറ്റവും വലിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രാൻസ് വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഫ്രാൻസിന്റെ ഭരണഘടനയുടെ ഒരു ഭാഗത്തും സെക്യുലറിസം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ ഇൻട്രഡക്ടറി പാർട്ടില്, അതായത് ഞങ്ങളുടെ രാഷ്ട്രം സെക്യുലർ ആയിരിക്കും, പക്ഷെ അവർ സെക്യുലർ ആണ്. അവിടുത്തെ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റും മതവും രണ്ടും രണ്ടാണ്. ഗവൺമെന്റിന് ഇടപെടാൻ മതത്തിനെ അനുവദിക്കില്ല. വളരെ വ്യക്തമായിട്ട് ഫ്രാൻസ് അത് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇപ്പൊ കാനഡ എടുക്കുകയാണെങ്കിൽ കാനഡയ്ക്കകത്ത് ഈ പദങ്ങളൊന്നുമല്ല അവരുടെ പ്രിയാമ്പിളിലുള്ളത്. അവര് ദൈവത്തിന്റെ രാഷ്ട്രമാണ്,
UK, ബ്രിട്ടൻ ക്രൗണിന്റെ കീഴിലുള്ള ഒരു സന്തുഷ്ട രാജ്യമാണെന്നാണ് പറയുന്നത്. US-ന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെ. ടർക്കി മാത്രമാണ് ഈ സെക്യുലറിസത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ടർക്കിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അവർ പറഞ്ഞ സെക്യുലറിസം എവിടെ എത്തി എന്നുള്ളത്. അപ്പൊ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ പ്രയോഗം ഭരണഘടനയ്ക്കകത്ത് ആവശ്യമായിരുന്നോ, അതോ അതിന്റെ പിന്നിൽ ഇന്ദിരാഗാന്ധിക്ക് പ്രേരണ ലഭിച്ച മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. ഇത് നിക്സൺ ഭരണത്തിലിരിക്കുന്ന സമയത്ത്, അതായത് ഇന്ത്യ ഒരു റഷ്യൻ ചായ്വ് ഉണ്ടായിരുന്ന സമയത്താണ് നിക്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ചായ്വ് നിക്സന്റെ ഭാഗത്ത്, അമേരിക്കൻ ഭാഗത്തേക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ധാരണ നിക്സൺ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് അദ്ദേഹം ചില ആകർഷിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി വളരെ പച്ചയായിട്ട് പറഞ്ഞു. അതിനു മുമ്പേ തന്നെ ജവഹർലാൽ നെഹ്റു പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മള് ചേരിചേരാ നയമാണ്. ചേരിചേരാ നയമാണെങ്കിലും കൂടുതൽ എടുപ്പം റഷ്യയോടാണെന്നുള്ള മട്ടിലുള്ള ചേരിചേരാ നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. ആ സമയത്താണ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചിലിയിൽ അലൻഡെ കൊല്ലപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഒരു ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ഭീഷണിയുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് റഷ്യയുടെ ഒരു ശക്തമായ പിന്തുണ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോഴാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥ വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അടിയന്തരാവസ്ഥ തുറന്നു പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പിന്തുണ കിട്ടണം. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് റഷ്യയുമായിട്ട് ബന്ധമുള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ സമയത്ത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചതുരാനൻ മിശ്ര എന്ന് പറഞ്ഞൊരു CPI നേതാവുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ദേവഗൌഡ ഐക്യ ഗുജറാത്ത് മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. അതിനു മുമ്പ് മണ്ഡൽ കമ്മീഷനെ പിന്തുണച്ച വ്യക്തിയാണ്. അദ്ദേഹം ബീഹാറുകാരനാണ്. ബീഹാറിലെ മധുബാനി എന്ന് പറഞ്ഞ സ്ഥലക്കാരനാണ്. മധുബാനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബീഹാറിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേന്ദ്രമായിരുന്നു മധുബാനി. 35% ബ്രാഹ്മണർ ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് CPI-കാരനായ, അതായത് പുരോഗമനവാദികളായ 10% നിഷാദാണ്, 19% മുസ്ലിംസ് ഒക്കെ ഉള്ള ഈ കമ്മ്യൂണിറ്റി സ്ഥിരം അംഗമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ് ചതുരാനൻ മിശ്ര. അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ പറ്റിക്കാനോ ചെയ്തൊരു പദപ്രയോഗമാണ് ഈ സെക്യുലറിസം, സോഷ്യലിസം, ഇന്റഗ്രിറ്റി എന്നുള്ളതാണ് ഒരു നിരീക്ഷണം. കാരണം അതുവഴി CPI-യിലെ വ്യത്യസ്തമായൊരു ശബ്ദമായിരുന്നു ചതുരാനൻ മിശ്ര. അപ്പൊ അദ്ദേഹത്തിന് ഇതിൽ തൃപ്തിയായി. കാരണം അദ്ദേഹം യൂറോപ്യൻ കൺസെപ്റ്റ് വെച്ചിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഡെക്കറേഷന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. കാരണം പ്രിയാമ്പിളിൽ പറയുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ബ്രഹ്മാവാണെങ്കിൽ ആ ബ്രഹ്മാവിന്റെ മുഖമാണ് പ്രിയാമ്പിൾ. അതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നീടുള്ള ഇതെന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, എന്താണ് സർക്കാർ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റും സോഷ്യലിസവും സെക്യുലറിസവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയുള്ള ഭാഗത്ത്. ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇന്ദിരാഗാന്ധി എന്തിനാണ് പ്രിയാമ്പിളിൽ ഇത് ചേർത്തത്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖത്തിന് മീശ വരച്ച് ചേർത്തത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. ആ മീശ മായ്ച്ചു കളയാനായിട്ട് ഇതുവരെ ഏതെങ്കിലും അതായത് 77-ൽ വേണമെന്നുണ്ടെങ്കിൽ മൊറാർജി ഗവൺമെന്റിന് അതിനൊരു മൂവ്മെന്റ് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അന്ന് ശാന്തിഭൂഷണാണ് നിയമവകുപ്പ് മന്ത്രി. അദ്ദേഹം അതിനെപ്പറ്റി നിശബ്ദനായിട്ടിരുന്നു. എല്ലാവർക്കും പേടിയുള്ളത് ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ പദം എടുത്തു കളഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് സെക്യുലറിസം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. അവര് ഉറ്റുനോക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്, പ്രധാനമായിട്ടും ഫ്രാൻസ് ആണ്. ഫ്രാൻസില് അവരുടെ
ഭരണഘടനയ്ക്കകത്ത് സെക്യുലറിസം എന്നുള്ള പദമില്ല. പക്ഷെ ഏറ്റവും സെക്യുലറിസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഫ്രാൻസ്. അതുപോലെ നമുക്കും അങ്ങനെ തുടരാവുന്ന, ഇന്ത്യക്കും അങ്ങനെ തുടരാമാവുന്ന ഒരു സാഹചര്യം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന, ഇത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് സമർപ്പിക്കുന്നതിന്റെ ഒരു രേഖയാണ്, അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖം. അതിപ്പം എന്താണ്, യു ക്യാൻ ചേഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ബട്ട് നോട്ട് പ്രിയാമ്പിൾ എന്നാണ്. പ്രിയാമ്പിളിനെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആമുഖത്തെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. കാരണം 1949 നവംബർ 26 ഇത് ഈ ഭരണഘടന നമ്മളത് റിട്ടേൺ ആയിട്ട് എഴുതി, എങ്കിൽ പോലും സങ്കല്പിച്ച് അത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ ജീവൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പീപ്പിളാണ്. ആ പീപ്പിളിന്റെ വികാരം, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഭരണഘടനയുടെ ജീവൻ എന്ന് പറയുന്നത് 1949 തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. അതിന് പിന്നീട് എങ്ങനെ ഒരു പരിഷ്കാരം, അല്ലെങ്കിൽ പിന്നീട് അതിനൊരു അപ്പൻഡിക്സ് ഒക്കെ ചേർക്കാൻ പറ്റും. പക്ഷെ ഭരണഘടനയ്ക്കകത്ത് ബാക്കിയുള്ള നിയമങ്ങളുടെ നിർമ്മാണത്തിന്റെ അകത്തും ഈ സംഗതികൾ, അതായത് സെക്യുലറിസവും സോഷ്യലിസവും ഇന്റഗ്രിറ്റിയൊക്കെ ഉൾപ്പെടുത്തി നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾക്ക് നിർമ്മിക്കാം. അതിൻ്റെ അകത്ത് അതിന് ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ നിങ്ങൾക്ക് എല്ലാവിധമായ സ്വാതന്ത്ര്യവും അവകാശവും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ, അതിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ചതുരാനന്ദൻ മിശ്രയെ പോലെ പുരോഗമനവാദികളായ ആളുകളെ പറ്റിക്കാനോ അല്ലെങ്കിൽ അവരെ സാന്ത്വനിപ്പിക്കാനോ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി ചെയ്തതാണോ എന്നുള്ളൊരു അന്വേഷണമാണ് ഇവിടെ വേണ്ടത്. ആ അന്വേഷണത്തിന് തുടക്കമിട്ടതായിരിക്കാം RSS ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കിളിനെ മാറ്റിമറിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. വർഷങ്ങൾക്ക് മുൻപേ എഴുതി ചേർക്കപ്പെട്ടവയാണ്. അന്ന് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് RSS ഉയർത്തുന്ന ഇത്തരം ആവശ്യങ്ങൾ അതിനെത്രത്തോളം സാമൂഹിക പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് സോഷ്യലിസവും മതേതരവും ഒക്കെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയേണ്ട ആവശ്യമുണ്ടോ എന്ന നിലയ്ക്ക് ചർച്ചകൾ സജീവമാവുകയാണ്. അത്തരത്തിൽ BJPയും RSSഉം ഇത്തരം ആഹ്വാനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നു എന്നാണ് ദത്താത്രേയ ഹൊസബാളയുടെ ഉൾപ്പെടെ ആരോപണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.